വിദ്യേ, ഗുഡ് മോർണിംഗ്. ആരാ? എന്താ മോളെ, ഇത് ഞാൻ എന്റെ ഉണ്ണിയേട്ടായി. നേരെ ഒരുപാടായില്ലേ കോഫി. ഉണ്ണിയേട്ടൻ എന്തിനാ കോഫി ഇട്ടെ? ഞാൻ എണീറ്റിട്ടിടായിരുന്നല്ലോ. അലാറം അടിച്ചിട്ട് വിദ്യ എഴുന്നേക്കുന്നില്ല. പിന്നെ നല്ല ഒരുപാട് താമസിച്ചില്ല വന്നിരുന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് ഞാൻ തന്നെ കയറി കോഫി ഇട്ടതാ. കോഫി കുടിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ ഉണ്ടല്ലോ, ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫുഡ് കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുവേണ്ടി സമയം കളയണ്ടല്ലോ. എന്തിന്? വീട്ടിലെ ജോലി സ്ത്രീകൾ മാത്രം ചെയ്യണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. വിദ്യക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം വിദ്യ ചെയ്തോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം ഞാൻ ചെയ്യാം. കാര്യം തീർന്നില്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. നീ ജോലി ഫ്രഷ് ആയിക്ക് ചെല്ലേ. അയ്യോ, എന്റെ മീനമേലി. ഉണ്ണിയേട്ടാ, ഞാൻ പോവാണേ. വിദ്യ നിക്ക് വിദ്യ. ഫുഡെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനും കഴിക്കണം. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു പണ്ടത്തെ ഉണ്ണിയേട്ടനെയും ഇപ്പോഴത്തെ ഉണ്ണിയേട്ടനും തമ്മിലുള്ള വ്യത്യാസം. പണ്ടൊക്കെ എന്നെ എന്തൊരു സംശയമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ഒരു ഉണ്ണിയേട്ടനെയാണ്. ഇപ്പോഴാണ് ഉണ്ണിയേട്ടനൊരു മാതൃകാ ഹസ്ബൻഡായത്. വിദ്യയെ, ഞാനൊരു മനുഷ്യ മൃഗമായിരുന്നു. എന്നിലെ മൃഗമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. നിന്നെ ജോലിക്ക് പോലും വിടാതെ ഈ വീട്ടിൽ കൂട്ടിയിടിയിച്ചത്. ഇനി ആ നരയിച്ച കാലത്തിലേക്ക് എനിക്ക് ഇനി ഒരു മടങ്ങിപ്പോക്കില്ല. എനിക്കത് കേട്ടാൽ മതി ഉണ്ണിയേട്ടാ. ക്യാബ് വരാൻ സമയമായി. പോട്ടെ, ഭക്ഷണം സമയത്ത് കഴിക്കണം കേട്ടോ. പിന്നെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ വാതിലടയ്ക്കാൻ മറക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കറങ്ങുന്ന സമയങ്ങളെ വിദ്യപ്പിക്കും. ശരി, ബൈ. എടാ മോനെ, അവളുടെ ലഞ്ച് ബാഗിനകത്ത് വെച്ചിരുന്ന സൗണ്ട് റെക്കോർഡർ കിട്ടിയിട്ടുണ്ടാ. അവളെ ഓഫീസിലെ കംപ്ലീറ്റ് കുൽസിതങ്ങളും ഇതോടെ നമ്മളെ കൈ കിട്ടും. നീ പൊട്ടൻ ഇങ്ങോട്ട് പാടാ. എടി വഞ്ചകി, ഓഫീസിൽ അതിന്റെ ജാരനെ ഉണ്ണി കണ്ടുപിടിക്കോടി. യവനെ വിളിച്ചാലും കിട്ടൂലല്ലോ. ഈ വാളി പൈത് എവിടെ പോയി കിടക്കണത്? ഇതിപ്പോ അവൾ വന്നാൽ യവൻ വരുമെന്ന് തോന്നല്ലോ. ഇവരെ കള്ളന്മാരുമല്ല വന്ന്. ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഈ കേക്ക് സ്ട്രോങ് ആണ്. വെറും സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ്. ഞങ്ങൾ ഹാക്കർമാർ വരുന്നത് ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് താഴത്തെ പൈപ്പ് വഴി കയറി സ്റ്റെയർ കേസിൽ ഇറങ്ങി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മണ്ടൻ കൊണാപ്പി, എന്തിനടാ പിന്നെ ഞാൻ താഴത്തെ ഡോർ മലർക്ക തുറന്നു വെച്ചിരുന്നത്? ഒരു സീക്രസിക്ക് വേണ്ടി. എടാ, എന്റെ ഭാര്യയുടെ ഞാൻ കണ്ടുപിടിക്കാനല്ലടാ നിന്നെ വിളിച്ച് വരുത്തിയത്. നീ കണ്ട പൈപ്പ് വഴിയൊക്കെ വലിയ വന്നു കഴിഞ്ഞാൽ എന്റെ കള്ള കാമുകനാണെന്നല്ലേ വിചാരിക്കണം നാട്ടുകാർ. വിചാരിക്കണവരെങ്ങനെ വിചാരിക്കട്ടെണ്ണ, നമുക്ക് ആരെയും തിരുത്താനൊന്നും പറ്റൂലല്ലോ. നീ വിഷയത്തിലോട്ട് വേടാ. എന്താണ് പ്ലാൻ? അണ്ണാ, ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ ബഹിരാകാശത്ത് പോണ ശാസ്ത്രജ്ഞന്മാര് മൈക്ക് ഓഫ് ചെയ്തിട്ട് നാസയിലുള്ളവരെ ചീത്ത വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രംപ് തുടങ്ങിയ സംഭവമല്ലേ ഇത്. അയാൾക്ക് അയാളെ ഭാര്യയെ പോലും വിശ്വാസമില്ലല്ലോ. ട്രംപിന്റെ ഭാര്യയ്ക്ക് ജ്ഞാനന്മാരുണ്ടാണ്. കാണും. ഇയാളെ പോലെ തൈ കിളവന്മാരെ കെട്ടണ പെമ്പിള്ളേർക്കും കാണൂലേ അണ്ണാ മോഹങ്ങൾ. സെറ്റായി. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കണ്. എടാ, നീ തന്ന ആ മൈക്കില്ലേ, അവളെ ലഞ്ച് ബാഗിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത്. അതെനിക്ക് വെള്ളം വീണെങ്ങനെ നനഞ്ഞ് കംപ്ലൈന്റ് ആവും. അത് വാട്ടർ പ്രൂഫ് ആണ്. ഒരു വളം പിന്നല്ല. നീ അതങ്ങോട്ട് പ്ലേ ചെയ്യാൻ. എന്നാ പിടിച്ചോ. അതെന്തായാലും നല്ല തമാശയായിരുന്നു കേട്ടോ. ഇന്ദ്രന്റെ അടുത്തിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. എന്ത്
ചെയ്യാനാ, ഞാനൊരു ചിരി പടർത്തിയായി പോയില്ലേ. ആ ഇവൻ തന്നെ അവളെ ഞാൻ അവന്റെ ഒരു ചിരി പടർത്തി ഇത്തിരി സമാധാനം താണ. ഓ എന്ത് സമാധാനം പോയിരിക്കുന്നതാ. ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ തന്നെയാണല്ലോ. എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്തൂടെ? ഇന്ന് ലഞ്ച് ഉണ്ണിയേട്ടനാണ് ചെയ്തത്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ണിയേട്ടൻ കയറി ഉണ്ടാക്കി. എത്ര പറഞ്ഞാലും കേൾക്കില്ല. പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ യൂട്യൂബ് ഒക്കെ നോക്കി എന്തെങ്കിലും വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ പറഞ്ഞൂടെ? എല്ലാ ദിവസവും ഒരേ ഭക്ഷണമാണെങ്കിൽ മടുക്കില്ലേ? എടാ നാറി, എന്റെ ഭാര്യയുടെ പാത്രത്തിൽ നോക്കിയിരിക്കാതെ നീ കൊണ്ടുവന്നിടത്ത് ഞണ്ടി കഴിച്ച് പോടാ. നിന്റെ ടൗൺ മീനിങ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാലും കാര്യമുണ്ടെന്നാ. നിങ്ങൾ ഈ ഡെയിലി ചോറ് മുട്ട ചമ്മന്തി എന്ന് പറഞ്ഞ് നൊസ്റ്റാൾജിയ മൂത്ത് കൊടുത്ത അവർക്ക് മടുക്കൂലേ? താ കണ്ടില്ലേ, ഉണ്ണി എന്നെ വയറ് വരെ ചാടി. സാഹചര്യം മുതലെടുക്കുന്നോടാ, ഞാൻ പറഞ്ഞ പണിയടാ. പിന്നെയും വേണ്ടെങ്കിൽ വേണ്ട. ഓ നല്ല മണമാണല്ലോ ഇന്ദ്ര. ഇന്നും എന്തോ സ്പെഷ്യൽ ആണല്ലോ. മട്ടൻ ബിരിയാണിയാണ്, നല്ല തമ്മിട്ട മട്ടൻ ബിരിയാണി. ഞാൻ ഉണ്ടാക്കിയതാ. ഓ പ്രസന്റേഷൻ കാണാൻ തന്നെ എന്ത് ഭംഗിയാ, കണ്ടിട്ട് കൊതിയാവും. വെള്ളം കിട്ടാത്ത വീട്ടിൽ നിന്ന് വരണമെന്നൊക്കെ കിടന്ന് കാണിക്കാതെ നിനക്ക് ബിരിയാണി ഞാൻ മാറ്റി തരാം. എനിക്കും വേണം നല്ല മുട്ടയുള്ള ബിരിയാണി. നിനക്ക് ഞാൻ മുട്ട തരാം, ഞാൻ മുട്ട തരൂ. ഞാൻ നേരത്തെ ഇവനെ വിളിച്ച് ഈ പണി ഏൽപ്പിച്ചത്. മര്യാദയ്ക്ക് പണി ചെയ്യടാ. കൊതിയാവുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ ബിരിയാണി നമുക്ക് ഷെയർ ചെയ്യാം. എന്റെ ഭാര്യക്ക് ബിരിയാണി ഷെയർ ചെയ്യാൻ നീ ആരാ? അയ്യോ അപ്പൊ ഞാൻ കൊണ്ടുവന്ന ചോറോ? അത് വല്ല പട്ടിക്ക് ഇട്ട് കൊടുക്കാം. അവര് കുട്ടിയുടെ ഉണ്ണിയുടെ കൈപ്പുണ്യം ശരിക്കുമെന്ന് അറിയട്ടെ. ഈ ഇന്ദ്ര ചിരിപ്പിച്ച് മനുഷ്യനെ കൊല്ലും. നാടും വീടും വിട്ട് വരുമ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. കണ്ടവന്റെയൊക്കെ നിലവാരമില്ലാത്ത തമാശക്ക് പറഞ്ഞ് ചിരിക്കാൻ അവസ്ഥയിലെത്തിയല്ലേ നീ കാണിച്ചു. ഞാൻ വെറുതെ ചേച്ചി പോണെങ്കിൽ പോട്ടെന്നാ. നിങ്ങൾക്ക് ഞാൻ ഇല്ലേ? ഈ ഗ്യാപ്പിലെ പൂണ്ടിയാ നോക്കണം. പോടാ, എവിടെ കത്തി എവിടെ കൊലക്കേസിന് കൂടെ ഞാൻ പ്രതിയാവുമല്ലോ എന്റെ ദൈവമേ. അണ്ണാ പോവല്ലേ. 6 വർഷം പോലെ ആവാൻ കണ്ട സമയം. ഈ ആട് കാട്ടിപ്പോയി ടാക്സ് പിടിക്കും. ഒരു ജാലിനെ പൊക്ക എന്തെല്ലാം മെനക്കേടാണ്. രേണു രേണു ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ നീ എന്താ ഇവിടെ? എന്റെ വീട് അവിടെയല്ലേ, ഉണ്ണിയേട്ടൻ എന്താ ഇവിടെ? ഞാൻ 2 ദിവസമായുള്ളൂ വീട് മാറി ഇവിടെ വന്നിട്ട്. ഓ എന്റെ ഭാഗ്യം. എന്റെ ഞാൻ കരുതി എന്നെ മറന്നു കാണുമെന്ന്. ഓർക്കാതിരുന്നാലല്ലേ മറക്കാൻ പറ്റൂ. ചേട്ടൻ ഈ ചേച്ചി അറിയാമോ? യെസ് ഓഫ് കോഴ്സ്, ആര്? മൈ വൺ ആൻഡ് ഓൺലി ഭാര്യ. അയ്യേ, എന്താ ഇവര് തമ്മിൽ എങ്ങനെ പരിചയം? ഇവര് തമ്മിൽ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതല്ലേ, കല്യാണം കഴിക്കാക്കെ ഇരുന്ന ഏതോ ഒരു ജിം ട്രെയിനർ വന്ന് അവരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കി. ഓ അണ്ണ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തന്നെ? ഓ ഓടാ. ആ ജിമ്മ ഇപ്പൊ എവിടെ ഉണ്ടെണ്ണ? നീ ആരുടെടുത്തും പറയണ്ട, ആ ജിമ്മൻ ഞാനാണ്. അപ്പൊ വർക്കൗട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാടേ. ശരിയാക്കാം. ഈശ്വര, പണി പാളി. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചധികം നേരം ചേച്ചി. ചേച്ചി എന്തെന്ന് ഇത്ര നേരത്തെ? എൻ്റെ MD യുടെ അമ്മായിയപ്പം മരിച്ചുപോയി. അപ്പം അതുകൊണ്ട് ഹാഫ് ഡേ ലീവ് വന്നു. ഓഫീസ് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ വന്ന് ഉണ്ണിയേട്ടനെങ്കിലും സഹായിക്കാം. അല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. നിനക്ക് എന്താടാ വയ്യേ? മാറി നിൽക്കും അങ്ങോട്ട്. അല്ല ചേച്ചി, മാറടാ. ഓളാവൂല്ലേ? ഉണ്ണിയേട്ടാ, ആരാ ഇത്? ഹായ് വിദ്യ, ഞാൻ രേണു, ഉണ്ണിയേട്ടൻ്റെ എക്സ് ആണ്. എന്താ ഉണ്ണിയേട്ടാ ഇതൊക്കെ? I am trapped.